പുനരൈക്യ ശില്പിയായ ധന്യൻ മാർ ഇവാനിയോസ്. ഒരു കുടുംബത്തിലെ 2 പേർ തമ്മിൽ പിണങ്ങിയാൽ ആ വീട്ടിലെ സമാധാനം നഷ്ടപ്പെടും. സുഹൃത്തുക്കൾ തമ്മിൽ അകലുമ്പോൾ ഹൃദയങ്ങളിൽ മുറിവുകൾ രൂപപ്പെടും. സഭയിൽ വിഭജനങ്ങൾ ഉണ്ടാകുമ്പോൾ ക്രിസ്തുവിന്റെ ശരീരത്തിൽ തന്നെ മുറിവുകൾ ഉണ്ടാകുന്നു. മുറിവേൽപ്പിക്കുക എളുപ്പമാണ്, എന്നാൽ മുറിവുണക്കുക വളരെ പ്രയാസമാണ്. തകർക്കാൻ നിമിഷങ്ങൾ മതി, കൂട്ടിച്ചേർക്കാൻ വർഷങ്ങൾ വേണ്ടിവരും. ഈ തകർന്നുപോയ ബന്ധങ്ങളെ വീണ്ടും കൂട്ടിച്ചേർക്കുവാൻ തൻ്റെ ജീവിതം സമർപ്പിച്ച മഹാനായിരുന്നു ധന്യൻ മാർ ഇവാനിയോസ്. യേശു തൻ്റെ പീഡാസഹനത്തിന് മുൻപ് നടത്തിയ പ്രാർത്ഥനയിൽ ഒരു പ്രത്യേക അപേക്ഷ പിതാവിനോട് സമർപ്പിച്ചു. നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നായിരിക്കുന്നതിന് അങ്ങ് എനിക്ക് തന്ന മഹത്വം അവർക്ക് ഞാൻ നൽകിയിരിക്കുന്നു. അവർ പൂർണ്ണമായും ഒന്നാകേണ്ടതിന് ഞാൻ അവരിലും അവിടുന്ന് എന്നിലുമായിരിക്കുന്നു. അങ്ങനെ അങ്ങ് എന്നെ അയച്ചുവെന്നും അങ്ങെന്നെ സ്നേഹിച്ചതുപോലെ തന്നെ അവരെയും സ്നേഹിച്ചുവെന്നും ലോകം അറിയട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ പ്രാർത്ഥന വെറുമൊരു വാക്കല്ലായിരുന്നു, അത് ക്രിസ്തുവിന്റെ ഹൃദയവേദനയായിരുന്നു എന്ന് നമുക്കറിയാം. തൻ്റെ അനുയായികൾ സ്നേഹത്തിൽ ഒന്നായി ജീവിക്കണമെന്നുള്ള ആഗ്രഹമായിരുന്നു. ഈ പ്രാർത്ഥനയുടെ പ്രതിധ്വനി തൻ്റെ ഹൃദയത്തിൽ കേട്ട വ്യക്തിയായിരുന്നു ധന്യൻ മാർ ഇവാനിയോസ്. അദ്ദേഹം തൻ്റെ കാലഘട്ടത്തെ നോക്കിയപ്പോൾ സഭകൾ തമ്മിലുള്ള അകൽച്ചയും പരസ്പര സംശയങ്ങളും കണ്ടു. മനുഷ്യർ മതിലുകൾ പണിയുമ്പോൾ ദൈവം പാലങ്ങൾ പണിയാൻ ആളുകളെ വിളിക്കുന്നു. ആ വിളി കേട്ടവനായിരുന്നു അദ്ദേഹം. പുനരൈക്യം എന്നത് വെറും സംഘടനകളുടെ ഐക്യമല്ല, ഹൃദയങ്ങളുടെ ഐക്യമാണ്, സ്നേഹത്തിന്റെ പുനഃസ്ഥാപനമാണ്, ദൈവം ആഗ്രഹിക്കുന്ന സാഹോദര്യത്തിലേക്കുള്ള തിരിച്ചുവരവാണ്. ധന്യൻ മാർ ഇവാനിയോസ് ഈ ദൗത്യം ഏറ്റെടുത്തപ്പോൾ അദ്ദേഹത്തിന്റെ മുന്നിൽ പൂക്കൾ വിരിച്ച വഴിയായിരുന്നില്ല എന്ന് നമുക്കറിയാം. വിമർശനങ്ങളും ഒറ്റപ്പെടുത്തലുകളും തെറ്റിദ്ധാരണകളും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഏറെയുണ്ടായി. എന്നാൽ സത്യത്തിനു വേണ്ടിയും ഐക്യത്തിനു വേണ്ടിയും സഹനത്തിന്റെ കുരിശ് ചുമക്കുവാൻ അദ്ദേഹം തയ്യാറായി. ഒരു ശില്പി കല്ലിൽ നിന്ന് മനോഹരമായി പ്രതിമ രൂപപ്പെടുത്തുന്നു. അതിനായി കല്ല് പലതവണ മുറിക്കപ്പെടുകയും ചെത്തപ്പെടുകയും ചെയ്യുന്നു. അതുപോലെ തന്നെയായിരുന്നു ധന്യൻ മാർ ഇവാനിയോസ് പിതാവിന്റെ ജീവിതം. വേദനകളുടെയും പരീക്ഷണങ്ങളുടെയും നടുവിലൂടെ ദൈവം അദ്ദേഹത്തെ പുനരൈക്യത്തിന്റെ ശില്പിയായി രൂപപ്പെടുത്തി. ഇന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് ഈ സന്ദേശം വളരെയേറെ പ്രസക്തമാണ്. നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ സമൂഹങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ, ഭിന്നതകൾ ഒക്കെ ഉണ്ടാകാം. സഭകളിലും സ്ഥാപനങ്ങളിലും അകൽച്ചകൾ ഉണ്ടാകാം. പലപ്പോഴും ക്ഷമിക്കാൻ നമ്മൾ തയ്യാറാകാറില്ല. ആദ്യം സംസാരിക്കാൻ നമ്മൾ മടിക്കുന്നു. മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുവാൻ എളുപ്പമുണ്ട്, എന്നാൽ അവരെ മനസ്സിലാക്കുവാൻ വളരെ ബുദ്ധിമുട്ടാണ്. ധന്യൻ മാർ ഇവാനിയോസ് പിതാവ് ഈ അവസരത്തിൽ നമ്മോട് ചോദിക്കുന്നു, നീ മതിലുകൾ പണിയുന്ന ആളാണോ, പാലങ്ങൾ പണിയുന്ന ആളാണോ? നീ ഭിന്നതകൾ വർദ്ധിപ്പിക്കുന്ന ആളാണോ, ഐക്യം വളർത്തുന്ന ആളാണോ? നീ മുറിവേൽപ്പിക്കുന്ന ആളാണോ, മുറിവുണക്കുന്ന ആളാണോ? പലപ്പോഴും ഒരു പുഞ്ചിരി, ഒരു ക്ഷമാപണം, ഒരു സ്നേഹവാക്ക്, ഒരു കൈകൊടുക്കൽ, ഇത്ര മാത്രം മതി പുനരൈക്യത്തിന്റെ അത്ഭുതം സംഭവിക്കുവാൻ. ധന്യൻ മാർ ഇവാനിയോസ് പിതാവിന്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് യഥാർത്ഥ ശക്തി മറ്റുള്ളവരെ തോൽപ്പിക്കുന്നതിലല്ല, മറിച്ച് അവരെ സ്വന്തമാക്കുന്നതിലാണെന്നാണ്. യഥാർത്ഥ വിജയങ്ങൾ വാദങ്ങളിൽ ജയിക്കുന്നതിലല്ല, സ്നേഹത്തിൽ ജയിക്കുന്നതിലാണ്. ഇന്ന് ലോകം വളരെയേറെ പുരോഗമിച്ചു. ശാസ്ത്രവും സാങ്കേതിക വിദ്യയും അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നു. എന്നാൽ മനുഷ്യ ഹൃദയങ്ങളിൽ സമാധാനക്കുറവ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ബന്ധങ്ങൾ തകരുന്നു, കുടുംബങ്ങൾ അകലുന്നു, മനുഷ്യർ പരസ്പരം സംശയിക്കുന്നു. ഈ സാഹചര്യത്തിൽ ധന്യൻ മാർ ഇവാനിയോസിന്റെ ജീവിതം ഒരു പ്രകാശ ഗോപുരം പോലെ നമ്മോട് പറയുന്നു, സ്നേഹത്തിലൂടെയാണ് യഥാർത്ഥ ഐക്യം സാധ്യമാകുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം അവസാനിക്കുമ്പോൾ ദൈവം നമ്മോട് ചോദിക്കാൻ പോകുന്നത് എത്ര അധികാരം നിനക്കുണ്ടായിരുന്നു എന്നല്ല, എത്ര പേരെ നീ ഒന്നിപ്പിച്ചു എന്നായിരിക്കും. എത്ര സമ്പത്ത് നീ നേടിയെന്നല്ല, എത്ര ഹൃദയങ്ങളിൽ സമാധാനം നീ വിതച്ചു എന്നതായിരിക്കും. ധന്യൻ മാർ ഇവാനിയോസിന്റെ ജീവിതം ഒരു വലിയ വെല്ലുവിളിയിലേക്ക് നമ്മെ ഓരോരുത്തരെയും ക്ഷണിക്കുന്നു. നാമും പുനരൈക്യത്തിന്റെ ശില്പികളാകുവാൻ
പിണങ്ങിയിരിക്കുന്ന ഒരു ബന്ധം കൂട്ടിച്ചേർക്കുവാൻ, അകന്നുപോയ ഒരു സഹോദരനെ കൂടെ ചേർത്ത് പിടിക്കുവാൻ, മുറിവേറ്റ ഒരു ഹൃദയത്തെ ആശ്വസിപ്പിക്കുവാൻ, ഇതെല്ലാം ഈ ദിവസങ്ങളിൽ നമുക്ക് സാധിക്കട്ടെ. വിഭജനം വിതയ്ക്കുന്നവരല്ല, ഐക്യം വളർത്തുന്നവരായിട്ട് നമുക്ക് മാറാം. അപ്പോൾ നമ്മുടെ ജീവിതവും ധന്യൻ മറിവാനിയോസ് പിതാവിന്റെ ജീവിതം പോലെ ക്രിസ്തുവിന്റെ പ്രാർത്ഥനയുടെ ഉത്തരമായി മാറും. സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ മക്കൾ എന്ന് വിളിക്കപ്പെടും.